ഇപ്പോൾ ആ സിനിമ കൊണ്ടുവന്നാണെന്നാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മറ്റേ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും, ചോറ് വാരി കഴിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഗോപാലിന് വീട്ടിൽ ഇടി കയറാനുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന. അതല്ല ഞാൻ പറഞ്ഞല്ലോ, ആ വ്യത്യാസം പറഞ്ഞത് ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞു. ഇത് അങ്ങനത്തെ ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസല്ല. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എല്ലാ കേസിലും സംഘപരിവാർ നേതൃത്വം ശ്രീ പിണറായി വിജയനെ സംരക്ഷിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇത് അങ്ങനെ വന്ന കേസല്ല, ഇതങ്ങനെ പോവില്ല ആ കേസ്. വഖഫ് ബില്ല് പാർലമെന്റിൽ പാസ്സായിരിക്കുകയാണ്. കടുത്ത ഒരു എതിർപ്പാണ് മുനമ്പം ജനതയുടെ ഭാഗത്ത് നടക്കം UDF-നും CPM-നും ഒക്കെ നേരിടേണ്ടി വരുന്നത്. എന്താണ് ഇപ്പോൾ വഖഫ്? അല്ല, അത് അവർ തെറ്റിദ്ധാരണ കൊണ്ടും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എടുത്ത അതിശക്തമായ നിലപാടാണ്. ഒരു മതവിശ്വാസങ്ങളുടെയും മത ആചാരങ്ങളുടെയും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും അധികാരം ഉപയോഗിച്ച് അത് കവർന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ള ഞങ്ങളുടെ അഭിപ്രായമാണ്. അതിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അത് വളരെ മനോഹരമായി പാർലമെൻറ്റിൽ ഇരുസഭകളിലും കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും മെമ്പർമാർ ശക്തമായി അവതരിപ്പിച്ചു. അത് ഞങ്ങളുടെ നിലപാടാണ്. ആ നിലപാടിൽ ആരെങ്കിലും പറഞ്ഞു എന്നോർത്ത് ഞങ്ങൾ വെള്ളം ചേർക്കില്ല, ഒരു തരത്തിൽ വെള്ളം ചേർക്കില്ല. ഇനി ഞാൻ പറഞ്ഞു തരാം, വഖഫ് ബില്ല് വന്നപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ നിലപാട്. നാളെ ചർച്ച് ബില്ല് വരും, ചർച്ച് ബില്ല് വരുമ്പോഴും ഇതായിരിക്കും ഞങ്ങളുടെ നിലപാട്. ഇപ്പം BJPയെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, BJP സ്പോൺസേഡായിട്ട് ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. ആ ടീമിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വളർത്തിയെടുക്കണം, രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിനകത്തുള്ളത്. അതിലാരും വീണു പോകരുത്. ഇതേ BJP ആണ് ജബൽപൂരിൽ അല്ലേ ഒരു വൈദികനെ പോലീസിൻ്റെ മുന്നിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത്. കഴിഞ്ഞ 2-3 വർഷമായി നൂറുകണക്കിന് ആക്രമണങ്ങളാണ് പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് നേരെ, ക്രിസ്മസ് ആരാധനകൾക്ക് നേരെ എല്ലാം ഉണ്ടാകുന്നത്. ഇപ്പം ഇന്നലെ ഒരു പുതിയ ഉത്തരവുണ്ട്. കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിൽ ദുഃഖ വെള്ളിയാഴ്ച പ്രവൃത്തി ദിനമാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെല്ലുവിളിക്കുകയാണ്. ദുഃഖ വെള്ളിയാഴ്ച ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ദിവസമാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അല്ലേ, ലോകം മുഴുവൻ. അന്ന് മനഃപൂർവ്വം കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കി ഗുഡ് ഫ്രൈഡേ ദുഃഖ വെള്ളിയാഴ്ച പ്രവൃത്തി ദിനമാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് ഇറങ്ങിയപ്പോൾ അല്ലേ, കൊച്ചിയിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങളോട് മറുപടി മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് മര്യാദയ്ക്ക് ഇരിക്കേണ്ടത് മാധ്യമപ്രവർത്തകരല്ല, സംഘപരിവാറുകാരും ബജരംഗദളുകാരുമാണ് മര്യാദയ്ക്ക് ഇരിക്കേണ്ടത്. ഞാൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹം ഒരു സിനിമാ താരം എന്നുള്ള നിലയിലല്ലല്ലോ അദ്ദേഹത്തോട് ചോദിച്ചത്. BJPയുടെ കേന്ദ്രമന്ത്രിയാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു വൈദികനാണ് ആക്രമിക്കപ്പെട്ടത് മധ്യപ്രദേശിൽ BJP ഭരിക്കുന്ന സ്ഥലത്ത്. തെരഞ്ഞെടുപ്പ് കാലത്തെ പള്ളിയിൽ സ്വർണ്ണകിരീടമായിട്ട് പോയാൽ മാത്രം പോരാ, അല്ലാത്ത സമയത്തും ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ സംരക്ഷിക്കാൻ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യത കൂടി ഈ കേന്ദ്രമന്ത്രിക്കുണ്ട്. അപ്പോൾ കേന്ദ്രമന്ത്രിയും BJPയും അതിന് മറുപടി പറഞ്ഞാൽ മതിയാവും. ഇപ്പോൾ അവിടെ പോയി ഈസ്റ്റർ കാലത്ത് ക്രിസ്മസ് കാലത്ത് കേക്ക് വിതരണം നടത്തും, വീടുകളിൽ പോയി കെട്ടിപ്പിടിക്കും. അതിൻ്റെ രാജ്യത്തുടനീളം പള്ളികൾ ആക്രമിക്കുക, ക്രിസ്മസ് ആരാധനകൾ തകർക്കുക. ഇതൊരു തീർത്ഥാടനം നടത്തിയ ആൾക്കൂട്ടത്തെയാണ് തടഞ്ഞു വെച്ചത്. അത് അന്വേഷിക്കാൻ പോയ വൈദികനെയാണ് ക്രൂരമായി ആക്രമിച്ചത്. വേറെ എത്രയോ വൈദികർ UPയിലൊക്കെ ജയിലിൽ കിടക്കും, മലയാളികളടക്കം.